Good afternoon. Good afternoon. Good afternoon, Reena. എന്തായി പഠിച്ചാലോ നമുക്ക്? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെ പഠിച്ചെന്ന് ഓർമ്മയില്ല നിങ്ങൾക്ക്? നമ്മള് ഫാർമസിയുടെ സ്റ്റാഫിംഗ് പറഞ്ഞു അല്ലെ? സ്റ്റാഫിംഗ് പറഞ്ഞിരുന്നു. പിന്നെ എന്താണ് DTC ഓർമ്മയുണ്ടോ? ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റി. ആ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ബ്ലഡ് സ്ട്രെങ്ത് അല്ലെ? ബ്ലഡ് സ്ട്രെങ്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണമെന്ന് നിശ്ചയിക്കുന്നത്. പിന്നെ അവരുടെ ഫ്ലോ ചാർട്ട് നമ്മൾ കണ്ടു. കമ്മിറ്റിയുടെ ചില ഫങ്ഷൻസ് അല്ലെ? ഹോസ്പിറ്റൽ ഫോർമുലറി ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കി എല്ലാവരും? ഓക്കെ, ഹോസ്പിറ്റൽ ഫോർമുലറി അല്ലെ നമ്മളെടുത്തത്. അപ്പൊ നമുക്ക് ഇന്നത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സൗമ്യ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഫോർമുലറി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അവസാനത്തെ 2 പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഫോർമുലറി എന്ന് പറഞ്ഞാല് വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ലിസ്റ്റ് ഓഫ് ദ മെഡിസിൻസ് ആണ് കേട്ടോ. അതൊക്കെ റുട്ടീൻലി എന്താണ് അവൈലബിൾ ഫോർ ദ യൂസ് ഇൻ എ ഹോസ്പിറ്റൽ. അത് ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ആണ് കേട്ടോ. ആ ഒരു ഫോർമുലറി ഏത് രീതിയിലാണ് ഡോക്ടറിനെ സഹായിക്കുന്നത്? ഏത് രീതിയിലാണ് സഹായിക്കുന്നത്? അതായത് ഏതെങ്കിലും ഒരു രോഗി ഏതെങ്കിലും രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു രോഗലക്ഷണമായിട്ടോ വരുന്ന സമയത്ത് അവരുടെ ചികിത്സയ്ക്കായിട്ട് ഏതെല്ലാം മരുന്നുകളാണ് ആ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് ഡോക്ടറിനെ സഹായിക്കുന്നത് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഫോർമുലറിയാണ് കേട്ടോ. പിന്നെ വേറൊരു തരത്തിലും കൂടെ സഹായിക്കുന്നുണ്ട്. അതായത് മറ്റു മരുന്നുകളുമായിട്ടുള്ള സമ്പർക്കം മൂലം അപകടം ഉണ്ടാക്കുന്ന ചില മരുന്നുകൾ എഴുതുന്നില്ല, പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഡോക്ടർക്ക് ഉറപ്പ് വരുത്താനും ഈ പറയുന്ന ഫോർമുലറി സഹായിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ആ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തപ്പോ ചെറുതായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു പറഞ്ഞത്, ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറഞ്ഞത്. ഓക്കെ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ നമ്മൾ ഈ പറയുന്ന മെഡിക്കേഷൻസ് നമ്മൾ ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സിന് ബേസ് ചെയ്തുകൊണ്ടാണ്. ഞാനത് കുറെ കൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ മുന്നേ. അതുകൊണ്ടാണ്. ഒന്ന് ഇഫക്റ്റീവ്നെസ് ആണ്, 2 കോസ്റ്റ് ഓഫ് ദ ഡ്രഗ് ആണ്, 3ാമത്തത് നീഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡ്രഗ് കേട്ടോ. ഇത്രയും അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് എന്താണ്? ഇന്റന്റിങ് എന്ന് പറഞ്ഞാൽ ഇന്റന്റിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് മെഡിസിൻ. ഓക്കെ, നമ്മളൊരു മെഡിസിൻ വേണമെന്ന് നമ്മളൊരു റിക്വസിഷൻ കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ എ മെഡിസിൻ. ഒരു മെഡിസിൻ വേണമെന്ന് ഒരു റിക്വസിഷൻ, ഒരു അഭ്യർത്ഥന കൊടുക്കാം. ശരിക്കും പറഞ്ഞ ഒരു ഒഫീഷ്യൽ ഓർഡർ അല്ലെ? ഒരു ഒഫീഷ്യൽ ഓർഡർ കൊടുക്കുക, ഒരു റിക്വസിഷൻ ചെയ്യാം. ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്? ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് ആണ് അല്ലെ? മരുന്നുകൾക്ക് സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മളൊരു റിക്വസിഷൻ കൊടുക്കുന്ന പ്രോസസ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം, സാധാരണ നമ്മളൊരു ഹോസ്പിറ്റൽ ഫോർമുലറി തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ അത് പ്രകാരമുള്ള മരുന്നുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യും, നിർമ്മിക്കണം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ടുള്ള സപ്ലൈസിൽ നിന്ന് ആ മരുന്നുകൾ നമ്മൾ പർച്ചേസ് ചെയ്യും. ഇവിടെ നമ്മുടെ മരുന്നുകളുടെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതെ, അതിന്റെ കറക്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ പർച്ചേസ് അല്ലെ, ബൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാൻ നമുക്ക്. ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റിലാണ് the hospital must have a clear hospital formulary that may contain 250 to 300 drugs. ഏകദേശം ഒരു 200-300 മരുന്നുകൾ അടങ്ങും. എന്താണ് ടീച്ചർ? ഇന്റന്റിങ് എന്ന് പറഞ്ഞാല് മേക്കിംഗ് റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് മെഡിസിൻ. അതായത് നമുക്കൊരു മെഡിസിൻ സപ്ലൈക്ക് വേണ്ടിയിട്ട്, ഒരു മെഡിസിൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു റിക്വസിഷൻ, അഭ്യർത്ഥന കേട്ടോ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റന്റിങ് ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ മരുന്ന് നമുക്ക് എന്ത് ചെയ്യണം? നിർമ്മിക്കണം. നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് അതിന് സപ്ലൈസിൽ നിന്ന് വാങ്ങണം. അപ്പൊ വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു റിക്വസിഷൻ കൊടുക്കണം. എനിക്ക് ഇങ്ങനെ
ഇന്ന മരുന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസിഷൻ കൊടുക്കില്ലേ, അതിനെയാണ് കേട്ടോ ഇന്റൻഡിങ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഏകദേശം 250 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫോർമുലറി ആർക്കുണ്ടായിരിക്കണം, ഏതൊരു ഹോസ്പിറ്റലിനും ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഫോർമുലറി എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ലിസ്റ്റിനകത്ത് ഏകദേശം 250 മുതൽ 300 മരുന്നുകളെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം അല്ലെ. അത്രയും മരുന്നുകൾ അടങ്ങിയ ഒരു ഫോർമുലറി ഒരു ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് ഏതെങ്കിലും പോയിന്റ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഡ്രഗ്. അപ്പൊ ഈ എണ്ണം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓർക്കേണ്ട പോയിന്റ് എണ്ണമാണ്. ചോദിക്കാം ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിൽ ഏകദേശം എത്ര എണ്ണം മരുന്നുകളാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ പ്രത്യേകം നോട്ട് പറഞ്ഞിട്ടുണ്ട് 250 to 300. അത് നോട്ട് ചെയ്ത് നോക്കിയാൽ. പിന്നെ അടുത്തത് ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. അതാണ് ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് ദ സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. അതായത് ഒരു സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു മരുന്നിനുള്ള റിക്വസിഷൻ കൊടുക്കാനായിട്ട്. അതാണ് പറഞ്ഞത്, ഒരു സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു മരുന്നിനുള്ള റിക്വസിഷൻ നമ്മൾ കൊടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ഫാർമസി, അവിടെ ഒരു 1000 യൂണിറ്റ് ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ഉണ്ടെന്ന് വിചാരിക്കാം. പെർട്ടിക്കുലർ ഡ്രഗ് ഏതെങ്കിലും ആൾക്കാർ സെറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതൊരു 1000 യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മരുന്നിന് അത്യാവശ്യം ഡിമാൻഡുള്ള മരുന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ആ ഹോസ്പിറ്റലിൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് പോകുന്ന മരുന്നാണെന്ന് വിചാരിക്കാം. ഓക്കെ, 1000 യൂണിറ്റ് ഉണ്ട്. അപ്പൊ അത് ഡെയിലി പോകുന്നത് ഉപയോഗിച്ച് 700 ആയി. പിന്നെ അത് കഴിഞ്ഞൊരു 600 ആയി. ഓക്കെ, ഒരു 500 വരെ ആയി എന്ന് വിചാരിക്കാം. 500 യൂണിറ്റ് വരെ ആണെങ്കിലും അതൊരു സേഫ്റ്റി സ്റ്റോക്ക് ആണെന്ന് നമുക്ക് പറയാം. കുഴപ്പമില്ല, സേഫ്റ്റി സ്റ്റോക്ക് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 400 ഒരു 300 ഒക്കെ ആകുമ്പോഴേക്കും എന്തായി, ആ സ്റ്റോക്ക് തീർന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞത് അവിടെ 500 യൂണിറ്റ് ആയിരുന്നു. ആ 500 യൂണിറ്റ് ആകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മരുന്നിന്റെ ഡിമാൻഡ് മനസ്സിലാക്കിയിട്ട് അത് എന്താണ് മേടിക്കുന്നതിനുള്ള റിക്വസിഷൻ നമ്മൾ കൊടുത്തിരിക്കണം. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ അത് 300 ആവട്ടെ അല്ലെങ്കിൽ 200 ആവട്ടെ, അങ്ങനെ നിൽക്കരുതെന്ന്. ഒരു സേഫ്റ്റി സ്റ്റോക്ക് നിലനിൽക്കുമ്പോ തന്നെ ആ ഒരു മരുന്നിന്റെ ഡിമാൻഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള റിക്വസിഷൻ നമ്മൾ കൊടുക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്? സേഫ്റ്റി സ്റ്റോക്ക്, അതുകൊണ്ടാണ് സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് റിക്വസിഷൻ കൊടുക്കുന്നത് പറഞ്ഞത്. മനസ്സിലായപ്പോ നമുക്ക് അറിയാം, നമ്മൾക്ക് ഒരു ആവശ്യം വന്നു, നമ്മൾ ഒരു പർച്ചേസിംഗ് ഓർഡർ കൊടുത്തു, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ വരുമ്പോഴേക്കും ചിലപ്പോൾ സമയം എടുക്കും. അപ്പോഴേക്കും 500 കഴിഞ്ഞ് 400 കഴിഞ്ഞ് 300 കഴിഞ്ഞ് അവസാനം അണ്ടർ സ്റ്റോക്കിലേക്ക് പേഷ്യൻസിന് ഡിമാൻഡുള്ള മരുന്നാണ്, അത് തീർന്നു പോണ ഒരു അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. സേഫ്റ്റി സ്റ്റോക്ക് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ മരുന്നിന്റെ ഡിമാൻഡ് മനസ്സിലാക്കിയിട്ട് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, നിങ്ങൾ കൊമേഴ്സ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ട് അവിടെ, ബികോം എംകോം ഒക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ മനസ്സിലാവും അത് പെട്ടെന്ന് അവർ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ നോക്കൂ, എന്താണ് എല്ലാവരും ഉറങ്ങാണോ? ബോറടിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ട്? അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല. ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? ശരിക്കും ഈ ഒരു നേരം ആവുമ്പോ ക്ലാസ്സിൽ വരുമ്പോ എല്ലാവർക്കും ഒരു എന്താ പറയുക, മൂഡ് ഓഫ് പോലെ തോന്നാറുണ്ട്. അതിന് ചോദിച്ചതാട്ടോ. അപ്പൊ നോക്കാം, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ്. ഓക്കെ ഓക്കെ, പഠിച്ചിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, കൊമേഴ്സ് കഴിഞ്ഞതാണ് അല്ലെ. ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് തെഫ്റ്റ്. ത്വാർട്ട് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ഇതാണ്, പ്രിവെന്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്, പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാല്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, ഈ പറയുന്ന മരുന്നിനുള്ള റിക്വസിഷൻ കൊടുക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് തെഫ്റ്റ്. അതായത് നമ്മൾ ഓവർ സ്റ്റോക്കിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട്. നമുക്കിപ്പോ ഒരു മെഡിസിൻ നമ്മൾ ഒരുപാട് ഇങ്ങനെ വാങ്ങിച്ച് ഓവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ അവിടെ വേറെ പല പ്രശ്നങ്ങൾ വരും. ഒരുപാട് കുമിഞ്ഞു കൂടുമ്പോൾ നമ്മൾ ഒത്തിരി വാങ്ങി ഓവർ സ്റ്റോക്ക് ആവുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് ഒരു 1-2 എണ്ണം ഒക്കെ എടുത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
എന്ന ആൾക്കാരെ വിചാരിക്കില്ലേ. അപ്പൊ അവിടെ തെറ്റിനുള്ള ഒരു സാധ്യതയുണ്ട്, കളവിനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്? മനുഷ്യന്മാർ തന്നെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെ. ഓവർ സ്റ്റോക്കിംഗ് വരുമ്പോൾ ഒരു കേസ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം ആണ്, ഒരു തെറ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു മരുന്നിനുള്ള റിക്വസിഷൻ കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ അടുത്ത ചോദ്യത്തിൽ എന്താണ് ഈ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? അപ്പൊ ഇതിന്റെ ലാസ്റ്റ് തന്നെ പറയുന്നുണ്ട്, പോയിന്റ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തത്, ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ദ ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്. അതായത് ഒരു ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം. മരുന്ന് വാങ്ങാനുള്ള ഓർഡർ നമ്മൾ കൊടുത്തിരിക്കണം അല്ലെ. അത് നേരത്തെ പറഞ്ഞ ഒരു സേഫ്റ്റി സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ സൂചിപ്പിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു 500 വരെ കുഴപ്പമില്ല, സേഫ്റ്റി സ്റ്റോക്ക് ആണ്. പക്ഷെ അപ്പൊ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു 400 ആയി 300 ആയി എന്ന് പറയുമ്പോൾ ഇതൊരു ഡേഞ്ചർ ലെവലായി, ക്രിട്ടിക്കൽ ലെവലായി. അതിലേക്ക് ഒരു കാരണവശാൽ എത്തിക്കരുത് കേട്ടോ. ആ ഒരു ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ മരുന്ന് വാങ്ങുന്നതിനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം, റിക്വസിഷൻ നൽകിയിരിക്കണം. മനസ്സിലായല്ലോ? അടുത്തത്, ഇൻ കേസ് ഓഫ് ദ ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംബിൾ ലീഡ് ടൈം ടു ബി ഗിവൺ. എന്താണ്? ചില മരുന്നുകൾ നമുക്ക് എന്താണ് നാട്ടില് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അല്ലെ. ഒരു പക്ഷെ നമുക്കത് അബ്രോഡിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും, പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടത്, ഇറക്കുമതി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം മരുന്നുകള്, അങ്ങനെയുള്ള മരുന്നുകൾക്ക് ആംബിൾ ടൈം, അതായത് മതിയാവുന്ന സമയം അവർക്ക് കൊടുക്കണം ആ മരുന്നിൽ എത്തുന്നത്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അത്തരം മരുന്നുകൾ നമുക്കറിയാതെ അബ്രോഡിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ട മരുന്നുകളാവുമ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ എത്താനായിട്ട് ഒരു ടൈം എടുക്കൂല, ഒരു കാലയളവ് പിടിക്കും. ആ ഒരു സമയം കൂടെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? ഈ പറയുന്ന പർച്ചേസിംഗ് ഓർഡറിന്റെ റിക്വസിഷൻ കൊടുക്കാനായിട്ട് അല്ലെ. നമ്മൾ ആ ടൈമും കൂടെ കണക്കാക്കണം. ചിലത് നമ്മൾ ഓർഡർ ചെയ്താൽ അത് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അവിടെ നിന്ന് കയറ്റിയിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് വണ്ടികളിലൊക്കെ വന്ന് ക്യാരി ചെയ്ത് നമ്മുടെ പെർട്ടിക്കുലർ ഫാർമസിയിൽ എത്തുമ്പോഴേക്കും കുറെ കൂടി ടൈം അവിടെ നഷ്ടപ്പെടും. ഇവിടെ പറയുന്നത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന മരുന്നുകളാണെങ്കിൽ അതിനുള്ളൊരു സമയം കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമും കൂടെ കണക്കാക്കിയിട്ട് വേണം, അവർക്ക് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ റിക്വസിഷൻ കൊടുക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഇൻ കേസ് ഓഫ് ദ ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംബിൾ ലീഡ് ടൈം ടു ബി ഗിവൺ. അടുത്തത് എന്താണ്? റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്. റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കീപ്പ് ദ റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്. അപ്പൊ നമ്മൾ അങ്ങനെ പർച്ചേസിംഗ് ഓർഡർ കൊടുത്തു, സപ്ലൈസ് നമുക്ക് ഈ പറയുന്ന ഡ്രഗ്സ് നമുക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്നതിന്റെ റെസീപ്റ്റ്, അത് സ്വീകരിക്കുന്നതിന്റെ രസീതുകൾ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം അല്ലെ. അങ്ങനെ ചെയ്യുന്ന ഇടപാടുകളുടെ എല്ലാം രസീതുകൾ സൂക്ഷിച്ചിരിക്കണം. പിന്നെന്താണ്? ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. ഇനി ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന മരുന്നുകൾ അപ്പൊ തന്നെ അങ്ങനെ എടുത്ത് ഫാർമസി കൊണ്ടുപോയി പേഷ്യൻസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ വന്ന മരുന്നുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം, ചെക്ക് ചെയ്യണം. എന്തൊക്കെ ചെക്ക് ചെയ്യണം? വെയ്ഡ് അല്ലെ, അതിന്റെ വെയിറ്റ് നോക്കണം, ക്വാണ്ടിറ്റി ഉണ്ടോ, പറഞ്ഞ ക്വാണ്ടിറ്റി, എല്ലാ കണ്ടന്റും പറഞ്ഞ ക്വാണ്ടിറ്റി പ്രകാരം ഉണ്ടോ, അത് ചെക്ക് ചെയ്യണം. പിന്നെന്താണ്? ബാച്ച് നമ്പർ അല്ലെ, ഓരോ മരുന്നുകളുടെയും ബാച്ച് നമ്പർ നോക്കണം. പിന്നെന്താണ്? ക്വാണ്ടിറ്റി അല്ലെ, അതിന്റെ അളവ് നോക്കണം. പിന്നെന്താണ്? ഡേറ്റ് ഓഫ് എക്സ്പയറി അല്ലെ, എക്സ്പയറി ഡേറ്റുകൾ നോക്കണം. എക്സ്പയറി ഡേറ്റുകൾ നോക്കണം. ഇപ്പൊ ബാച്ച് നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ 8ാമത്തെ ബാച്ച് ആണ് അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് 8ാമത്തെ ബാച്ചാണ്. ഇവിടെ 9ാമത്തെ ബാച്ചിന്റെ 10ാമത്തെ ബാച്ച് ഒക്കെ ഉണ്ട് അല്ലെ. എല്ലാവരും ഒരേ കോഴ്സാണ് ചെയ്യുന്നത്, പല കാലയളവിലാണ് ജോയിൻ ചെയ്തത് അല്ലെ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ 8, 9, 10 എന്നൊക്കെ പറയുന്ന ബാച്ചുകൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതിന് ഒരു ടൈം ഉണ്ട്, 9ാമത്തെ ബാച്ച് കഴിയുന്നതിന് ഒരു ടൈം ഉണ്ട് കോഴ്സ് കഴിയുന്നതിന്. എന്നതുപോലെ ഈ പറയുന്ന ഡ്രഗ്സിനും ഒരു ബാച്ച് നമ്പർ ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരേ ഡ്രഗ്സ് ആണെങ്കിലും കൂടിയും അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് പല കാലയളവിലായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ബാച്ച് നമ്പർ കൊടുക്കുന്നത്. അത് എന്തിനെ സ്വാധീനിക്കും? എക്സ്പയറി ഡേറ്റിനെ സ്വാധീനിക്കും അല്ലെ. കുറച്ച് നേരത്തെയുള്ള മരുന്നുകളാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് കുറവായിരിക്കും, അതിനുശേഷം കുറച്ചുകൂടെ കൂടുതൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും മരുന്നുകൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പേഷ്യൻസിന് അത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി ആൻഡ് ഡേറ്റ് ഓഫ് എക്സ്പയറി. ഇനി അടുത്തത്, റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഹാസ് ടു ബി സെന്റ് ടു ദ ലാബ് ഫോർ ക്വാണ്ടിറ്റി ടെസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ഈ വരുന്ന സാമ്പിളുകളിൽ നമ്മൾ റാൻഡം ആയിട്ട് എടുക്കും. റാൻഡം ആയിട്ട് എടുക്കാന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും പറഞ്ഞൊരു ക്രമരഹിതമാണ്, അതായത് യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് റാൻഡം ആയിട്ട് നമ്മൾ ഈ സാമ്പിൾസ് എടുത്തിട്ട്
എന്ത് ചെയ്യണം? നമ്മൾ ലാബിലേക്ക് ടെസ്റ്റിങ്ങിന് വിടണം. ഇവിടെ പറഞ്ഞില്ലേ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ക്വാളിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വിടണം, ലാബിലോട്ട് വിടണം അല്ലെ? അപ്പൊ അതിന്റെ റാൻഡം ആയിട്ടൊരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ലാബിലോട്ട് അയച്ചിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് substandard, drug should be used only after the lab test. എന്താണ് സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നിലവാരം കുറഞ്ഞത് അല്ലെ? ഇപ്പൊ വന്നിരിക്കുന്ന മരുന്നുകളിൽ എന്തെങ്കിലും നിലവാരം കുറഞ്ഞതായിട്ട് സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത്തരം മരുന്നുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ലാബ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. കാര്യം ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്നത് എന്താണ്? രോഗികൾക്ക് കൊടുക്കുന്നതാണ് അല്ലെ? അപ്പൊ നമുക്കിപ്പോ ചില കാര്യങ്ങൾ കൂടി നമുക്ക് തോന്നണം അതൊക്കെ വേണ്ടത്ര നിലവാരവും ഇല്ല, അല്ലെങ്കിൽ വേണ്ടത്ര എന്താ പറയാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ലാബ് ടെസ്റ്റ് നടത്തണം, ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ രോഗികൾക്ക്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു പോയിന്റ് പറഞ്ഞത് നേരത്തെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അത് ഫോളോ ചെയ്യണം, ഓവർ സ്റ്റോക്കിങ്ങും തെറ്റും ഒഴിവാക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയും EOQ എന്നാണ് പറയാം. എന്താണ് EOQ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. കോമേഴ്സുകാരൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ സംഭവം. അതായത് ഇതിപ്പോ നമ്മുടെ ഫാർമസിക്ക് മാത്രമല്ല ഏതൊരു ബിസിനസ്സിന് പറഞ്ഞിട്ടുള്ളതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമുക്കൊന്ന് വായിക്കാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ is the number of units that a company should add to the inventory with each order to minimize the total cost of inventory, such as holding cost, order cost and shortage cost. ഇത്രയും നീട്ടി വലിച്ചൊന്നും നമുക്ക് പറയുന്നത് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി എന്നറിയാം. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ it is the optimum quantity which minimizes the total cost of an inventory. മനസ്സിലായല്ലോ? എന്താണ് ഞാൻ പറഞ്ഞത്? ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു സ്റ്റോക്കിന്റെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എത്ര എമൗണ്ട് പർച്ചേസ് ചെയ്യണം, ആ ഒരു ഒപ്റ്റിമം ഉണ്ട്. ഒപ്റ്റിമം എന്ന് പറഞ്ഞ വാക്കിനോട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മിതമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എക്കണോമിക് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? കുറച്ചും കൂടി ലാഭകരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനാണ് എക്കണോമിക് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ഒരു പ്രത്യേക മരുന്ന്, ഏതെങ്കിലും ഒരു മരുന്നാണല്ലേ, ആ ഒരു മരുന്ന് നമുക്ക് 1500 യൂണിറ്റ് ആവശ്യമുണ്ടെന്നിരിക്കട്ടെ. 1500 യൂണിറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അത്യാവശ്യം ഡിമാൻഡുള്ള മരുന്നാണ്. ഈ മരുന്ന് നമുക്ക് അടുത്ത മാസവും പിന്നത്തെ മാസം അതിന്റെ പിന്നത്തെ മാസം ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു ഡിമാൻഡ് കൂടിയ ഒരു മരുന്നാണെന്നിരിക്കട്ടെ. അത് 1500 യൂണിറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 1600 യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, ആ മരുന്ന് നമ്മളൊരു 1600 യൂണിറ്റ് മേടിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. അതായത് ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹോൾഡിംഗ് കോസ്റ്റ്, ഹോൾഡ് ചെയ്യാനുള്ളത് അല്ലെ, അതായത് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ്, അത് തന്നെയാണ് കേട്ടോ സ്റ്റോറേജ് കോസ്റ്റ്. അതായത് നമുക്ക് സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാല് ഒരു പക്ഷെ ആ ഫാർമസിക്ക് 1500 യൂണിറ്റ് മതി. 1500 യൂണിറ്റ് മേടിച്ചാലും ഇനി പോട്ടെ ഒരു 1600 കൂടുതൽ അല്ലെ 1600 മേടിച്ചാലും ആ ഒരു ഫാർമസിക്ക് അത്രയും മരുന്നുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു അഡീഷണൽ ആയിട്ടൊരു ഹോൾഡിംഗ് കോസ്റ്റ് പിന്നീട് ആവശ്യം വരുന്നില്ല അല്ലെ. മനസ്സിലായോ പറഞ്ഞത്? 1500 യൂണിറ്റ് മേടിച്ചാലും 1600 യൂണിറ്റ് മേടിച്ചാലും അത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫാർമസിക്ക് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സുഖമല്ല, 1600 തന്നെ മേടിച്ചൂടെ നമുക്ക്. കാര്യം എന്താണ്? പിന്നീട് ഒരു അഡീഷണൽ ഹോൾഡിംഗ് കോസ്റ്റ് അവിടെ വരുന്നില്ല അല്ലെ. നമ്മൾ കുറെ വാങ്ങുമ്പോൾ പിന്നീട് നമുക്കൊരു അഡീഷണൽ ഹോൾഡിംഗ് കോസ്റ്റ് അവിടെ വരുന്നില്ല. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. ഒരു ക്ലാസ്, ആ ക്ലാസ്സിനകത്ത് എന്താണ് ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു ക്ലാസ് ആണ് ഇരിക്കട്ടെ. അതിനകത്ത് 30 പേരിരുന്നാലും 40 പേരിരുന്നാലും പോട്ടെ, ഒരു 60-70 പേരിരുന്നാലും അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് ചെയ്യുന്നത് തന്നെയല്ലേ വരുള്ളൂ. മനസ്സിലായോ? കാര്യം എന്താ? ആ ഒരു ക്ലാസ്സിന് ഈ പറയുന്ന എല്ലാവരും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അഡീഷണൽ ഒരു കോസ്റ്റ് അവർക്ക് വരുന്നില്ല അല്ലെ. എന്നതുപോലെ ഹോൾഡിംഗ് കോസ്റ്റ് അഡീഷണൽ ആയിട്ട് അവർക്ക് വരുന്നില്ല. തന്നെയാണ് സ്റ്റോറേജ് കോസ്റ്റ് കേട്ടോ. പിന്നെ എന്താണ്? ഓർഡർ കോസ്റ്റ് അല്ലെ. എന്തായിരിക്കും ഓർഡർ കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ നോക്കിയേ, ഞാൻ പറഞ്ഞു ഈ മരുന്ന് ഈ മാസം ആവശ്യമുണ്ട്, അടുത്ത മാസം ഉണ്ട്, അതിന്റെ പിന്നത്തെ മാസം ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്കൊരു 4 പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന സ്ഥാനത്ത് നമുക്കൊരു 3 പ്രാവശ്യം ഓർഡർ ചെയ്താൽ മതി. കുറച്ച് എക്സ്ട്രാ വാങ്ങുന്നുണ്ടല്ലോ.
4 പ്രാവശ്യം ഓർഡർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു 3 പ്രാവശ്യം മേടിച്ചാൽ മതി. അഡീഷണൽ ആയിട്ട് വരുന്ന ഓർഡറിംഗ് കോസ്റ്റ് കുറവല്ലേ, നമുക്ക് ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്യുന്നതിനൊക്കെ കോസ്റ്റ് വരും. അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയില്ലേ? അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്ന ഓർഡർ കോസ്റ്റ്. പിന്നെ എന്താണ് ഷോർട്ടേജ് കോസ്റ്റ്? ഷോർട്ടേജ് കോസ്റ്റും ഒരു തരത്തിൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഈ സ്റ്റോക്ക് തീരെ കുറയാന്ന് വിചാരിക്കും, ഒരു ഷോർട്ടേജ് വരെയാണ് വരുന്നത്. ഷോർട്ടേജ് വരുമ്പോൾ ഡിമാൻഡ് കൂടി വരുന്നതാണ് കേട്ടോ. ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസിംഗ് ഓർഡർ കൊടുക്കണം. ആ വഴിക്ക് കോസ്റ്റ് വരും. മനസ്സിലായല്ലോ? പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കുറയ്ക്കാനല്ല, അഡീഷണൽ വരാതെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ മരുന്നുകൾ കൊണ്ടുവരുന്ന ഒരു വണ്ടിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ വണ്ടിക്കകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ എന്താ ഒരു 1500 യൂണിറ്റ് അല്ല 1600 യൂണിറ്റ് അല്ല കൊണ്ടുവരാൻ ഒരേ പ്രൈസ് തന്നെ, ഒരേ വില തന്നെയല്ലേ ആ വണ്ടിയുടെ ഡ്രൈവർ നമ്മളെ ലഭിക്കും. ആ ഒരു അർത്ഥത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അധികം വരാതെ നോക്കാം. ഇത്തരം കോസ്റ്റുകൾ, ഈ പറയുന്ന ഹോൾഡിംഗ് കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, ഇതൊക്കെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മുഴുവൻ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് ആ സെന്റൻസ്. ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഞാൻ പറഞ്ഞു 1500 യൂണിറ്റ് ഓർഡർ ചെയ്ത്, പകരം ഞാൻ 1500 എന്നോട് 1600 യൂണിറ്റ് ആണ് ഓർഡർ ചെയ്തത്. ആ 1600 ആണ് അവിടുത്തെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, ഒപ്റ്റിമം ക്വാണ്ടിറ്റി. ഒപ്റ്റിമം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ച് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, 1600 സ്ഥാനത്ത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം മിസ് എന്താ പിന്നെ 2000 മേടിക്കാൻ പാടില്ലേ? പറ്റില്ല. ആ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഒരുപാട് നമ്മൾ ഓവറായിട്ട് മേടിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അത് ഹോൾഡ് ചെയ്യണമെങ്കിൽ വേറെ അഡീഷണൽ കോസ്റ്റ് നമുക്ക് ചെലവാക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ടാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് എടുത്തു പറയുന്നത്. Clear ആണല്ലോ? Optimum quantity which minimizes the total cost of an inventory that is called economic order quantity. Clear ആണല്ലോ? അതായത് നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് വരാതെ ഒരു സാധനം നമ്മൾ കൂടുതൽ അളവിൽ വാങ്ങുകയാണ്, അതിലൂടെ നമുക്ക് പല കോസ്റ്റുകൾ കുറയ്ക്കുന്നതിലൂടെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ആ ഒരു പോയിന്റ് ആണ് അവിടെ പറഞ്ഞത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ടു പ്രിവെന്റ് ദ ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് തെഫ്റ്റ്. ക്ലിയർ ആണല്ലോ? പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോ നിങ്ങളോട് പല രീതിയിൽ ഇതിന് ചോദ്യമുണ്ട്. ഒന്ന് ഫസ്റ്റത്തെ പോയിന്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഏകദേശം എത്ര മരുന്നുകളാണ് ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഉൾപ്പെടുത്തേണ്ടത്? എന്താണ്? 250 തൊട്ട് 300 ഡ്രഗ്സ് വരെ. പിന്നെ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, ഒരു ഓവർ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ തെഫ്റ്റ് ഒഴിവാക്കാനായിട്ട് എന്ത് കൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്? അപ്പൊ പറയാൻ നിങ്ങൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ദാറ്റ് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ക്ലിയർ ആണല്ലോ പോയിന്റ്സ് എല്ലാം? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് അല്ലെ? എന്തെല്ലാം റെക്കോർഡ്സും രജിസ്റ്ററുകളുമാണ് നമ്മളൊരു ഫാർമസിക്കകത്ത് ഉപയോഗിക്കേണ്ടതല്ല സൂക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് എന്താണ് നോക്കിയേ, സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. എന്താണ് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? കണക്ക് പുസ്തകമാണ് അല്ലെ? കണക്ക് പുസ്തകമാണ്, പേജ് അല്ലെ? അതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളുടെ ഒരു സ്റ്റോക്ക് അല്ലെ? ആ സ്റ്റോക്ക് ലെഡ്ജർ അല്ലെ? സ്റ്റോക്കിന്റെ കണക്ക് പുസ്തകം ഉണ്ടായിരിക്കണം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും വിൽപ്പന നടത്താതെ കിടക്കുന്ന സാധനങ്ങളാണ് അല്ലെ? അതായത് വിറ്റുപോവാത്ത നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ് സ്റ്റോക്ക്. അപ്പൊ അതിന്റെ പല ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിന്റെ ആ ഒരു സ്റ്റോക്ക് ലെഡ്ജർ കണക്ക് പുസ്തകം ഉണ്ടായിരിക്കണം. സ്റ്റോക്കിന്റെ കണക്ക് പുസ്തകം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഇൻഡന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. ഇൻഡന്റ് നമ്മളിപ്പോ പറഞ്ഞതാണ് അല്ലെ? മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് എ മെഡിസിൻ. അപ്പൊ അതിന്റെ ഇന്റന്റ് നമ്മൾ ആ റിക്വസിഷൻ കൊടുക്കുന്ന രേഖകള്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റിക്വസിഷൻ പോയി അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്റ്റ് വൗച്ചർ ഒക്കെ സൂക്ഷിക്കണം അല്ലെ? വൗച്ചർ എന്നത് രേഖകളാണ്. അത്തരം രേഖകൾ നമ്മൾ അത് മേടിച്ചതിന്റെ എല്ലാം തന്നെ ആ ഒരു റെസിപ്റ്റ് വൗച്ചറുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അതാണ് ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ്. നമ്മൾ റിക്വസിഷൻ കൊടുക്കുന്നതിന്റെ വേണം, അവിടെ നിന്ന് വന്ന് നമ്മൾ കൈപ്പറ്റിയതിന്റെ രേഖകൾ തന്നെ കേട്ടോ. അതാണ് ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. പിന്നെ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. നമുക്കറിയാം പല ഡ്രഗ്സുകളും എന്താണ്, പലകാലത്തും പറയാൻ ഉദ്ദേശിച്ചതാണ്. ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ എന്താണ്? മരുന്നുകളുടെ പരിശോധന റിപ്പോർട്ട്. വരുന്ന മരുന്നുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം അല്ലെ? അതിന്റെ പരിശോധന റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ്
പിൻ കാർഡ്സ്. അതാണ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് പിൻ കാർഡ്സ്. ഇൻഡെക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ സാധാരണ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ നമ്മൾ എന്താ കാണാം, ഇൻഡെക്സ് ആയിരിക്കും കാണാം അല്ലെ. ആ ഇൻഡെക്സിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ബുക്കിനകത്ത് എന്തെല്ലാം കണ്ടന്റ്സ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. എന്നതുപോലെ ഫാർമസിയിൽ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടാക്കാൻ, ഫാർമസിയാണ് ഒരുപാട് മരുന്നുകൾ സൂക്ഷിക്കുന്നതാണ് അല്ലെ. അതിനെ കുറിച്ചൊരു പെട്ടെന്നൊരു ഔട്ട്ലുക്ക് അല്ലെ, പെട്ടെന്ന് നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടാനായിട്ട് ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ബിൻ കാർഡ്സ്. എന്താണ് ബിൻ കാർഡ്സ്? അപ്പോ ബിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റിയത് പ്ലേസ് വേർ ദ മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. അതായത് നമ്മളുടെ ഈ മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന ആ ഒരു പ്ലേസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ബിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള അതിനോട് കൂടിയിട്ടുള്ള അതിൽ വെക്കുന്ന കാർഡാണ് എന്തെന്ന് പറയുന്നത് ബിൻ കാർഡ്. ഇത് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഒരു ബിൻ കാർഡിന്റെ മോഡൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും നോക്കിക്കേ നിങ്ങൾ അതിനകത്ത് നോക്കിയേ ബിൽ നമ്പർ, പിന്നെന്താണ് മെറ്റീരിയൽ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്, സ്റ്റോഴ്സ് ലെഡ്ജർ ഫോളിയോ അല്ലെ. പിന്നെന്താണ് അതിന്റെ മാക്സിമം ക്വാണ്ടിറ്റി, ഓർഡറിംഗ് ലെവൽ, മിനിമം ക്വാണ്ടിറ്റി, വിത്ത് ഡേറ്റ് അടക്കമാണ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ പറയുന്നത് ക്വാണ്ടിറ്റി റിസീവ്ഡ്. അതായത് നമ്മൾ ഫാർമസിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഡ്രഗ്സുകൾ, എത്ര മെഡിസിൻസ്, അതിന്റെ ക്വാണ്ടിറ്റി അല്ലെ, എത്ര അളവിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് എത്ര അളവിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെ, എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ബാലൻസ് എത്രയുണ്ട്, ബാക്കി എത്ര സ്റ്റോക്ക് ഉണ്ട്, പിന്നെ റിമാർക്സ് അല്ലെ, അവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു അല്ലെ. ഇതെല്ലാം അടങ്ങുന്നതാണ് ഒരു ബിൽ കാർഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡ്രഗിന്റെ ക്വാണ്ടിറ്റി എത്ര നമ്മൾ പർച്ചേസ് ചെയ്തു, അതിൽ എത്ര എമൗണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തു അല്ലെ, ബാക്കി എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിത്ത് ഡേറ്റ് അടക്കം രേഖപ്പെടുത്തുന്നതാണ് ബിൽ കാർഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ഈ ഒരു കാർഡിലൂടെ നമുക്ക് എന്താണ് ഒരു ഡ്രഗിന്റെ മൂവ്മെന്റ് അല്ലെ, ആ ഒരു ഡ്രഗ് ഏതൊക്കെ ലെവലില് മൂവ്മെന്റ് മീൻസ് അത് റിസീവ് ചെയ്തതും ഇഷ്യൂ ചെയ്തതും അങ്ങനെയുള്ള ആ മൂവ്മെന്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നത് ഈ പറയുന്ന ബിൽ കാർഡാണ് കേട്ടോ. ബിൽ കാർഡാണ്. ക്ലിയർ ആയില്ല? ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്. അടുത്തത് എന്താണ് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ അല്ലെ. ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റിന്റെ രജിസ്റ്റർ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് പ്രതികൂലമായത് അല്ലെ. അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതികൂലമായിട്ടുള്ള ഇഫക്റ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം ചില മരുന്നുകൾക്ക് പല ഡ്രഗ് ഇന്ററാക്ഷൻസ് അല്ലെ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ല പല മരുന്നുകൾ പരസ്പരം ചിലത് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റിയാക്ട് ചെയ്ത് മറ്റെന്തെങ്കിലും അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, അഡ്വേഴ്സ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. ചില മരുന്നുകൾക്ക് ഉണ്ടാവും അങ്ങനത്തെ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്തിരിക്കണം. പിന്നെന്താണ് പറയുന്നത് ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. എന്താണ് ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കറസ്പോണ്ടൻസ് ഇടപാടുകളാണ് കേട്ടോ, ഇടപാടുകളാണ്. വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. നമ്മുടെ ഈ സപ്ലയേഴ്സും യൂണിറ്റും, നമ്മുടെ യൂണിറ്റ് ഏതാണ് ഫാർമസി യൂണിറ്റ് ആണ് അല്ലെ. അവര് തമ്മിലുള്ള ഈ മരുന്നുകളുടെ ട്രാൻസാക്ഷൻ, അവരുടെ ഇടപാടുകൾ, ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഫയലുകൾ അല്ലെ, ഫയലുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ് ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പണം അയക്കലാണ് കേട്ടോ. വൗച്ചേഴ്സ് എന്ന് പറയുന്നത് രേഖകളൊക്കെയാണ്. അതായത് നമ്മൾ ഈ സപ്ലൈസിന് പർച്ചേസിംഗ് ഓർഡർ കൊടുത്ത് നമ്മൾ പണം അയക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പണം അയച്ചതിന്റെ വൗച്ചേഴ്സ്, രേഖകള്, രസീതുകള്, ഇതെല്ലാം തന്നെ അതിന്റെ എല്ലാം തന്നെ ലെഡ്ജർ അക്കൗണ്ട് അല്ലെ, കണക്ക് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന കണക്ക് പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, റെമിറ്റൻസ് കേട്ടോ, പണം അയക്കലാണ്. നമ്മൾ അതിൽ മേടിക്കാനായിട്ട് പണം അങ്ങോട്ടും കൊണ്ട് അയക്കലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ എല്ലാം തന്നെ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. എന്താണ് ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാല് നിരാകരണം എന്നൊക്കെ നമുക്ക് പറയാം. നിരാകരണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഇപ്പൊ നമ്മൾ ഈ ഡ്രഗ്സ് വരുന്ന സമയത്ത് എല്ലാ ഡ്രഗ്സും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ എന്തായിക്കൊള്ളുന്നില്ല, ഉപയോഗപ്രദമാകണമെന്ന് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ചിലതൊക്കെ ഉപയോഗശൂന്യമായിരിക്കാം. ഇപ്പൊ ചിലപ്പോൾ വരുന്ന മരുന്നുകള്
ചിലപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഡാമേജ് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ വന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ചിലതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മറ്റെന്തെങ്കിലും കാരണവശാൽ ഡാമേജ് ആയിട്ടുള്ള മരുന്നുകളാണെങ്കിൽ നമുക്ക് അതൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, എത്ര എമൗണ്ട് അത് എപ്പോഴും വരുന്നല്ല പറയണേ, ഉണ്ടാകാം അല്ലെ. ഇത്തിരി ബൾക്കായിട്ടൊക്കെ വരുമ്പോ അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നോൺ കൺസ്യൂമബിൾസ് ആയിട്ടുള്ള ഡിനൻസിയേഷൻ റെക്കോർഡ്, നിരാകരണ റെക്കോർഡ് എന്ന് വെച്ചാൽ എന്ത് കാരണം കൊണ്ട് നമുക്കത് ഉപയോഗശൂന്യമായി ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഡിനൻസിയേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് കൺസ്യൂമബിൾസ് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിന്റെ റെക്കോർഡുകൾ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ ലാസ്റ്റ് അടുത്ത എന്താ പറയുന്നത്, ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. എന്താണ് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്? അതായത് നമ്മുടെ വാർഷിക സ്റ്റോക്ക് സ്ഥിരീകരണ റെക്കോർഡ്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ അല്ലെ, ഇപ്പൊ ഫാർമസിക്കുള്ള ഏത് സ്ഥാപനത്തിലുണ്ടായിരിക്കും അല്ലെ, അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ ബാക്കി എത്ര സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ബാലൻസ് എത്ര സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു റെക്കോർഡ് അല്ലെ, ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് അഥവാ വാർഷിക സ്ഥിരീകരണ റെക്കോർഡ്. ഒരു ഇയറിലായിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡ്, ഒരു ഇയർ ആയിരിക്കും, ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും. ആ ഒരു ഇയർ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കി മരുന്നുകളിൽ എത്ര സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാത്തിന്റെയും വേണം അല്ലെ. അതിന്റെ ഒരു കൺഫർമേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടാവണ്ടേ, ആ ഒരു ഫാർമസിയില് എല്ലാ മരുന്നുകളുടെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ ഫോർമുലറി അതുണ്ടായിരിക്കണം. പിന്നെന്താണ് ആന്റിബയോട്ടിക് പോളിസി അല്ലെ, ആന്റിബയോട്ടിക് നയം ഉണ്ടായിരിക്കണം. അതായത് ഓരോ ആന്റിബയോട്ടിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഡോക്ടേഴ്സിനൊക്കെ ഒരു മാർഗനിർദ്ദേശമൊക്കെ കൊടുക്കുന്ന, ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്ന കുറച്ച് പോളിസീസുകളുണ്ട്, നയങ്ങളുണ്ട് കേട്ടോ. അതിനെയാണ് നമ്മൾ ആന്റിബയോട്ടിക് പോളിസി എന്ന് പറയുന്നത്. കാര്യം ഈ ആന്റിബയോട്ടിക് ഒന്നും ഓടിപ്പോയി ശരിക്കും പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പാടില്ല. ചില കണ്ടീഷൻസ് ഉണ്ട്, ഒരു പോളിസികളുണ്ട്, അതിനനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അല്ലെ. അപ്പോ നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇന്നാള് ന്യൂസ് പേപ്പറിലൊക്കെ വന്നതാണ്, കുട്ടികൾക്കൊക്കെ ആന്റിബയോട്ടിക് എഴുതുമ്പോ പെട്ടെന്ന് ഒരു ശരിയായ കാരണം കൊണ്ട് തന്നെ എഴുതാൻ പാടുള്ളൂ, ഓടിപ്പോയി എഴുതാൻ പാടില്ല, അങ്ങനെയുണ്ട് കേട്ടോ. അത്തരം പോളിസികളൊക്കെ നിലവിലുണ്ട്. ആ ആന്റിബയോട്ടിക് പോളിസികളും ഇവിടെ സൂക്ഷിച്ചിരിക്കണം, നമ്മളുടെ ഫാർമസിക്കകത്ത് സൂക്ഷിച്ചിരിക്കണം. പിന്നെ നമ്മൾ പൊതുവെ ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ, ഇടയ്ക്ക് വെച്ചൊന്നും നിർത്താനായിട്ട് പാടില്ല, കോഴ്സ് ആണ് അല്ലെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അറിയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ലേ? ഓക്കെ. അപ്പൊ എന്താണ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്, എന്തൊക്കെ റെക്കോർഡ്സ് രജിസ്റ്ററുകളാണ് നമ്മളൊരു ഫാർമസിക്കകത്ത് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടത്. പിന്നെ നമ്മളൊരു വിൻ കാർഡിന്റെ ഒരു ഫോം, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് കേട്ടോ, അതിന്റെ ഒരു ഫോം, ഒരു ചെറിയ മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇനി നമുക്ക് അടുത്ത കാലത്തോട്ട് പോയി. ഉള്ളതൊക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. എന്താണ് പഠിച്ചതും സിമ്പിൾ ആണ് കേട്ടോ, അതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് അല്ലെ, മരുന്നുകളുടെ സംഭരണം. മരുന്നുകളുടെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സ്റ്റോറേജ്, സംഭരണം. നമുക്കറിയാം പലതരം മരുന്നുണ്ട് അല്ലെ. ഇപ്പൊ സ്റ്റോറേജിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല, സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് മരുന്നുകളുണ്ട്? ജനറൽ ഡ്രഗ്സ് ഉണ്ട് അല്ലെ, പൊതുവായിട്ടുള്ള ചില മരുന്നുകളുണ്ട്. പിന്നെന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സുകളുണ്ട്. നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ തളർത്തുന്നതോ അല്ലെങ്കിൽ നമ്മളെ മരവിപ്പിക്കുന്നതോ ആയിട്ടുള്ള സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള ചില മെഡിസിൻസ്, നമ്മൾ സെഡേഷൻ കൊടുക്കാൻ, അനസ്തേഷ്യ കൊടുക്കാൻ, അല്ലെങ്കിൽ ഹിപ്നോട്ടിക് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെന്താണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് അല്ലെ, നമ്മൾ ചില മരുന്നുകൾ നമ്മൾ ഫ്രീസ് ചെയ്ത് ഭയങ്കര റെഫ്രിജറേറ്ററിലൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരം മരുന്നുകളുണ്ട്. പിന്നെന്താണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്ത് പിടിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന പല ഭൗതിക സാഹചര്യങ്ങളോടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില മരുന്നുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കേട്ടോ. കത്ത് പിടിക്കുന്ന സ്പിരിറ്റ് പോലെയൊക്കെയുള്ള ഇതുണ്ടല്ലോ, ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുന്നതിനേക്കാളും മുമ്പ് നഴ്സുമാർ വന്നിട്ടൊരു പനി വെച്ച് നമ്മുടെ ഇവിടെ തുടക്കരുത്, സ്പിരിറ്റ് ആണ് ശരിക്കും കേട്ടോ. അത് പെട്ടെന്ന് കത്ത് പിടിക്കുന്ന സാധനം. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അങ്ങനെ നമ്മൾ പലതരത്തിലുണ്ട്. അപ്പൊ ഇവയുടെ എല്ലാവരുടെയും സ്റ്റോറേജിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാം ഒരേപോലെ അല്ല സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട്. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. ഫസ്റ്റ് എന്താണ് ജനറൽ ഡ്രഗ്സ്. അതായത് ജനറൽ ഡ്രഗ്സ്, പൊതുവായിട്ടുള്ള മരുന്നുകൾ.
പൊതുവായിട്ടുള്ള മരുന്നുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പോയിന്റ്സ് പഠിച്ചിരിക്കണം. എന്താണ്? ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റിന് ഇവിടെ ഉദ്ദേശിക്കുന്ന കബേർഡ് ആണ് കേട്ടോ, ഷെൽഫ് ആണ് കേട്ടോ. മറ്റേ ക്യാബിനറ്റ് അല്ല, ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് ഇല്ല, ക്യാബിനറ്റ് സിസ്റ്റം അതല്ല കേട്ടോ. ക്യാബിനറ്റ് എന്ന് പറഞ്ഞ ഇവിടെ കബേർഡ് ആണ് എന്ന് പറഞ്ഞത്. ഈ പറയുന്ന മെഡിസിൻസുകളുടെ എല്ലാം തന്നെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ക്യാബിനറ്റിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഇതിന്റെ കാര്യം പറയുന്നേ ജനറൽ ഡ്രഗ്സിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, പൊതുവായിട്ടുള്ള മരുന്നുകളുടെ കാര്യമാണ്. അതായത് ഇപ്പൊ എ എന്ന ക്യാബിനറ്റ് ആണെങ്കിൽ അതിൽ എ എന്ന പേരിൽ തുടങ്ങുന്ന മരുന്നുകളായിരിക്കണം അവിടെ സൂക്ഷിക്കേണ്ടത്. ഇനി ബി എന്ന ലെറ്റർ ആണെങ്കിൽ ബി എന്ന തുടങ്ങുന്ന മരുന്നുകളായിരിക്കും. അപ്പൊ ആ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ വെക്കുമ്പോൾ കുറെ കൂടി എടുക്കാനൊക്കെ വളരെ സുഖമായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തില് ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ബിൻ കാർഡ് ഡെപ്പിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, പിൻ കാർഡ് കണ്ടില്ലേ? പിൻ കാർഡ് ഉണ്ടായിരിക്കണം ഓരോ ഡ്രഗ്സിന്റെ ഓരോ ക്യാബിനറ്റിനടുത്ത് അതിന് മരുന്നുകളുടെ ബിൻ കാർഡ് ഉണ്ടായിരിക്കണം. ബിൻ കാർഡ് എന്താണ് ഡെപ്പിക്ട് ചെയ്യുന്നത്? അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് പറയും? സ്റ്റോക്ക് പൊസിഷൻ ആണ് അല്ലെ, സ്റ്റോക്ക് പൊസിഷൻ ആണ് ഒരു ബിൻ കാർഡ് പ്രദർശിപ്പിക്കുന്നത് അല്ലെ. ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്റ്റോക്ക് നിലവാരം അറിയാനായിട്ട് സാധിക്കും, ഈസി ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് ഉണ്ടായിരിക്കണം കേട്ടോ സ്റ്റോർ ചെയ്യുമ്പോൾ ബിൻ കാർഡ് ഡെപ്പിക്ട് സ്റ്റോക്ക് പൊസിഷൻ. പിന്നെ അടുത്തത് എന്താണ്? ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. ഇപ്പോഴും എന്താണ്? എക്സ്പയറി ഡേറ്റ് കുറഞ്ഞിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഇപ്പോഴും ഫ്രണ്ടിൽ വേണം വെക്കാനായിട്ട്. എക്സ്പയറി ഡേറ്റ് കുറച്ച് കൂടുതലുള്ള മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് പുറകിൽ കൊണ്ടുവയ്ക്കണം. അത് അതേ രീതിയിലായിരിക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള സാധനം ഓടുന്ന രീതിയല്ല ചെയ്യുന്നത്. ഏതാണോ കുറവുള്ളത് അത് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റാണ് അടുത്തത് പറയുന്നത്. FIFO. FIFO എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, FIFO പ്രൊസീജിയർ ടു ബി ഫോളോഡ്. അത് ഫോളോ ചെയ്യുന്നത്. FIFO എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഫസ്റ്റ് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് ഫസ്റ്റ് സോൾവ് ചെയ്യാം. ആദ്യം തന്നെ സോൾവ് ചെയ്യണം. മനസ്സിലായിട്ടെ? ആദ്യം ആഴ്ച എന്താണോ അത് ആദ്യം വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ. പിന്നെ എന്താണ്? ദ ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി. അതായത് മരുന്നുകള് എക്സ്പയറി കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മെഡിസിൻസ് ഉപയോഗിച്ചിരിക്കണം. എന്ന് കരുതി നമുക്ക് എല്ലാ മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞേക്കാളും മുമ്പ് ഉപയോഗിക്കാൻ പറ്റുന്നൊന്നും വരില്ല അല്ലെ. അപ്പൊ അതും ശ്രദ്ധിക്കാം. പക്ഷെ പരമാവധി ഒരു പറയുന്നത് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ മരുന്നുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ ഓർഡർ ചെയ്ത് ഫാർമസിയിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട്. അടുത്തത് എന്താണ്? എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് ഫർദർ. അതുപോലെ തന്നെ കാലഹരണപ്പെട്ട മരുന്നുകളെല്ലാം തന്നെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രത്യേക റൂള് പ്രകാരം വേണം നമ്മൾ നീക്കം ചെയ്യാനായിട്ട്, ഡിസ്പോസ് ചെയ്യാനായിട്ട്. അതായത് തോന്നിയ രീതിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ തോന്നിയ രീതിയിൽ ഒരു കാരണവശാലും ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. അത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചിലപ്പോ വേറെ കയ്യിലൊക്കെ അത് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ രീതിയിലൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടാം അല്ലെ. അപ്പൊ അതിനൊക്കെ ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതിനനുസൃതമായിക്കൊണ്ട് വേണം നമ്മുടെ കാലഹരണപ്പെട്ട മരുന്നുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോ പഠിച്ചത് എന്തിന്റെ കാര്യമാണ്? ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പഠിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തതാണ് ഇത് നാർക്കോട്ടിക് ഡ്രഗ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്? നമ്മളെ തളർത്തുന്നതോ അല്ലെങ്കിൽ നമ്മൾ മരവിപ്പിക്കുന്ന സെഡേഷൻ, അനസ്തേഷ്യ അങ്ങനെയൊക്കെ കൊടുക്കുന്ന മരുന്നുകളില്ലേ, അതിനെയാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവര് സ്റ്റോർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ള മരുന്ന് പോലെയല്ല കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ് കുറെ കൂടെ ഒരു പ്രത്യേക ഒരു കെയർഫുൾ ശ്രദ്ധ കൊടുത്തിട്ട് വേണം അത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഇവിടെ പറയുന്നുണ്ട് there should be different special organization for narcotic drugs like എന്തൊക്കെയാണ് എക്സാമ്പിൾ? മോർഫിൻ, പെത്തിഡീൻ, ബാർബിക്യൂറേറ്റ്സ്. അപ്പൊ പഠിച്ചു വെച്ചോട്ടാ. ഈ പറയുന്ന മെഡിസിൻസിന്റെ പേര് കണ്ടാൽ അപ്പം മനസ്സിൽ വരണം ഇത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. ഏതൊക്കെയാണ്? മോർഫിൻ ഒക്കെ കേട്ടിട്ടില്ലേ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കേൾക്കാലോ. മോർഫിൻ, പെത്തിഡീൻ, അതുപോലെ തന്നെ ബാർബിക്യൂറേറ്റ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഓർഗനൈസേഷൻ, സ്പെഷ്യൽ ക്യാബിനറ്റ് തന്നെ ഉണ്ടായിരിക്കണം. മറ്റു മരുന്നുകളുടെ കൂടെയാണ് ഒന്നല്ല കൊണ്ടുവയ്ക്കേണ്ടത്. അതിനായിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ പ്രത്യേകം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വ്യത്യസ്തവും അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കണം.
പിന്നെ നിങ്ങളോട് ചോദിക്കാം താഴെ പറയുന്നതിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ഏതാണെന്ന് ചോദിച്ചതിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഏതൊക്കെയാണ്? മോർഫിൻ, എത്തിലിൻ, ബാർബിറ്റ്യൂറേറ്റ്സ്. ബാർബിറ്റ്യൂറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഹിപ്നോട്ടിക്കിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് കേട്ടോ, ബാർബിറ്റ്യൂറേറ്റ്സ്. ഓക്കെ, മറ്റുള്ള പെത്തലിനും മോർഫിനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? അതാണ്. പിന്നെ പറയുന്നത് പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. എന്താണ് പ്രിസൈസ് എന്ന് പറഞ്ഞാല്? കൃത്യമായിട്ടുള്ള അല്ലെ, അക്യുറേറ്റ് ആയിട്ടുള്ള പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. ഇതിനെ സംബന്ധിച്ച് നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റെക്കോർഡ് അതിനെ സംബന്ധിക്കുന്നത് എപ്പോഴും നമ്മൾ നിലനിർത്തിയിരിക്കണം. കാര്യം അതിന്റെ എണ്ണത്തിലായാലും അളവിലായാലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മരുന്നുകളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ദ ലോക്ക് ആൻഡ് കീ. അതായത് ഇപ്പോഴും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് വേണത് സൂക്ഷിക്കാനായിട്ട്. അതായത് ശരിക്കും പറഞ്ഞ നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ഡബിൾ ലോക്ക്ഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സിലെല്ലാം സൂക്ഷിക്കാൻ പറയാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അത്രയും സെക്യൂർഡ് ആയിട്ട് വേണം അത് സൂക്ഷിക്കാനായിട്ട്. മറ്റൊരാളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞത് മിസ്യൂസ് ഒക്കെ ചെയ്യപ്പെടും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. കൃത്യമായിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം മരുന്നുകൾ സൂക്ഷിക്കാനായിട്ട് സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് വേണം അത് സൂക്ഷിക്കാനായിട്ട്. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് പറയാവുന്നതാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. അല്ലെ, ഇൻഫ്ലേമബിൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് കത്ത് പിടിക്കുന്ന ടൈപ്പ് അല്ലെ. അതായത് ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് for easily kindled things like spirit, gases and chemicals. അല്ലെ, ഈ സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് അങ്ങനെയുള്ള ചില ഇതുണ്ടാവും. മെഡിസിനൽ പർപ്പസിന്റെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫാർമസിയിൽ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിഫറെന്റ് എൻക്ലോഷർ, അതായത് വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, സ്പെഷ്യൽ ക്യാബിനറ്റിനകത്ത് സൂക്ഷിച്ചിരിക്കണം. അതെയൊക്കെ കേട്ടോ, ഇൻഫ്ലേമബിൾ ഡ്രഗ്സിനൊക്കെ സ്പെഷ്യൽ ക്യാബിനറ്റിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. പിന്നെന്താണ്? സഫീഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ആവശ്യത്തിനനുസരിച്ചുള്ള വായു പ്രവാഹം. അതുപോലെ തന്നെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ് അല്ലെ, അതുകൊണ്ട് വളരെ എന്താണ് അഗ്നിശമന ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ വല്ല കത്ത് പിടിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. സ്റ്റോർ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ മതിയാവോളുള്ള വായു പ്രവാഹം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? എക്സ്പോസ്റ്റ് ഫാൻസ് ഫോർ എയർ ടു പാസ് ത്രൂ. അല്ലെ, ഈ പറയുന്ന വായുവിന് പുറത്ത് കിടക്കുന്ന എക്സ്പോസ്റ്റ് ഫാൻ ഉണ്ടല്ലോ, എക്സ്പോസ്റ്റ് ഫാൻസുകൾ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ ഈ പറയുന്ന പോയിന്റ്? ഓക്കെ. അടുത്തത് എന്താണ്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. എന്താണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇതാണൊന്നും ഇണ്ടാത്ത എല്ലാവരും ഉറങ്ങിയത് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് സമാധാനമില്ല. നിങ്ങളവിടെ ഉറങ്ങാണോന്ന് അറിയില്ല. ഉറങ്ങിപ്പോകല്ലേ കേട്ടോ. എന്താണ് ലക്ഷ്മ 3 എഴുതിയിട്ടുണ്ടല്ലോ? തേർഡ് പോയിന്റ് ആണോ പറയാൻ ഉദ്ദേശിച്ചേ? ആണോ? തേർഡ് പോയിന്റ് ആണോ ഉദ്ദേശിച്ചേ? ആണോ ലക്ഷ്മി? ആ, ഏതിന്റെ? നാർക്കോട്ടിക്കിന്റെ ആണോ പറഞ്ഞത്? ഇൻഫ്ലേമബിളിന്റെ ആണോ പറഞ്ഞത്? ഇൻഫ്ലേമബിളിന്റെ ആണോ പറഞ്ഞേ? തേർഡ് പോയിന്റ് ഏതാണ്? നാർക്കോട്ടിക് ആണോ ഉദ്ദേശിച്ചത്? നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. രേഷ്മ മെസ്സേജ് അയക്കുന്നത്. ഇൻഫ്ലേമബിൾ അല്ലെ? ഓക്കെ, ശരി ശരി ശരി. ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന്റെ തേർഡ് പോയിന്റ് അല്ലേ ഉദ്ദേശിച്ചത്? തേർഡ് പോയിന്റ് എന്താണ്? ഓക്കെ, ഇൻഫ്ലേമബിൾ ഒന്നുകൂടി പറയാം അല്ലെ. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തീ പിടിക്കുന്ന ടൈപ്പ് മരുന്നുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കില്ലേ, അപ്പൊ അതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഒരു പഞ്ഞി വെച്ചിട്ട് നേരെ തണുപ്പുണ്ടാവും, അത് വെച്ച് തുടയ്ക്കുന്നത് അല്ലെ, എന്നിട്ടൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും. സ്പിരിറ്റ് ആണത്. ഭയങ്കര പെട്ടെന്ന് കത്ത് പിടിക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. അപ്പൊ ഈ പറയുന്ന സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ് നമുക്കറിയില്ല, ഫാർമസിയിൽ അങ്ങനെ അത്തരത്തിലുള്ള ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ഇതിലേക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, പല മെഡിസിനൽ പർപ്പസിനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരം മരുന്നുകളെല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് ക്യാബിനറ്റിലായിട്ട് സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്യാബിനറ്റിലായിട്ട് സൂക്ഷിക്കണം.
ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നും ഉണ്ടാക്കും. അപ്പൊ പ്രത്യേകമായിട്ട് സ്പെഷ്യൽ ക്യാബിനറ്റിൽ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. മറ്റു മരുന്നുകളുമായിട്ട് അലക്ഷ്യമായ രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ? പിന്നെ പറഞ്ഞത് സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അതായത് ആവശ്യത്തിന് വായു പ്രവാഹമുള്ളൊരു റൂമിലായിരിക്കണം അത് സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള അഗ്നിശമന ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ തീപിടിക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് എക്സ്ഹോസ്റ്റ് ഫാൻ ഫോർ എയർ ടു പാസ് ത്രൂ ഇറ്റ്. എക്സ്ഹോസ്റ്റ് ഫാൻസിലെ അത് ഉണ്ടായിരിക്കണം കേട്ടോ. ഉള്ളിലെ ഈ പറയുന്ന പുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി പുറത്തേക്ക് കളയാനായിട്ട് എക്സ്ഹോസ്റ്റ് ഫാൻസ് അത്തരം സ്റ്റോറേജ് റൂമിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ചില മരുന്നുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇൻസുലിന്, പിന്നെ വേറെ കുറെ മരുന്നുകളുണ്ട്, ആന്റിബയോട്ടിക്സ്. ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുക അല്ലെ. അതെ, ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുക. അതും ചിലത് റെഫ്രിജറേറ്ററിന്റെ ഡോറിൽ സൂക്ഷിക്കേണ്ട ചില മരുന്നുണ്ട്, ചിലത് ഫ്രീസറിൽ കുറച്ചുകൂടി ഡീപ്പ് ഫ്രീസർ വേണ്ട ചില മരുന്നുകളുണ്ട്, അതില് ഫ്രീസറിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. പിന്നെ ചിലത് ഈ പറയുന്ന പോലെ നോർമലി റെഫ്രിജറേറ്ററിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെ ടെമ്പറേച്ചർ വാരിയേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഫ്രീസർ എന്ന് പറയുമ്പോൾ റെഫ്രിജറേറ്ററിന്റെ മറ്റു ഭാഗങ്ങൾ പോലെയല്ല, കുറച്ചുകൂടി ഡീപ്പ് ടെമ്പറേച്ചർ തീരെ താഴ്ന്ന സ്ഥലമാണ് ഫ്രീസർ എന്ന് പറയുന്നത്. ഓരോന്നിനനുസരിച്ച് സ്റ്റോറിങ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് നമുക്ക് വാങ്ങിക്കാം. എന്താണ് ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ് ആണ് നിങ്ങൾ പറഞ്ഞ ആന്റിബയോട്ടിക്സ്. പിന്നെന്താണ് വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ദാറ്റ് ഷുഡ് ബി ഇൻ സ്റ്റോർ കോൾഡ് റൂം ബിറ്റ്വീൻ 15 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കേട്ടോ. അവിടെ പെർസെന്റേജ് സിമ്പലാണ് ഇട്ടേക്കുന്നത്, സെന്റിഗ്രേഡ് ആണ് കേട്ടോ. 15 സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ്. അതായത് ഈ പറയുന്ന ആന്റിബയോട്ടിക്സ് പഠിക്കണം കേട്ടോ. പോയിന്റ് ആണ് കേട്ടോ. അതിന് എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ മരുന്നുകളാണ്, അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്, അതൊക്കെ എങ്ങനെ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്? 15 ഡിഗ്രി സെന്റിഗ്രേഡ് തൊട്ട് 20 ഡിഗ്രി സെന്റിഗ്രേഡ് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ വേണം ഇത്തരം ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസും എക്സ്ട്രാക്ട് ഒക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. മനസ്സിലായല്ലോ? ഒന്ന് പറഞ്ഞ ബാക്കി നടപ്പിലാണ് അത്രയത്തിലെ വെക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ എന്താണ് ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. അതുപോലെ ആ ഒരു റൂം, സ്റ്റോറേജ് റൂം എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷനിങ് ആയിരിക്കണം. ഇതിനോടൊപ്പം തന്നെയാണ് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. ഒപ്പം എന്താണ് ടെമ്പറേച്ചറിന്റെ ഒരു കൺട്രോൾ അല്ലെ. ആ ഒരു കൺട്രോൾ ഫെസിലിറ്റിയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കണം. മെയിൻറ്റെയിൻ ചെയ്യാനാണ്, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നത് ഡ്രഗ്സ് ലൈക്ക്, ഇത് നോട്ട് ചെയ്തോട്ടോ, ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറം ആണ് കേട്ടോ. സെറാന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, സെറം. പിന്നെ എന്താണ് ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് at 2 to 8 degrees centigrade in deep freezers or walk-in cooler. ഇതെന്ന് വെച്ചാൽ നോക്കി 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡ് ഭയങ്കര തണുപ്പിലാണ് ടച്ച് സൂക്ഷിക്കേണ്ടത്. ശരിക്കും പറഞ്ഞ ഫ്രീസറാണ് അത്. നേരത്തെ 15 തൊട്ട് 20 വരെയല്ല, അതിലും കുറേ കൂടെ താഴെയാണ് കേട്ടോ. അപ്പൊ ഡീപ്പ് ഫ്രീസ് ചെയ്ത് വേണം ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട്. ഈ പറയുന്ന വാക്സിൻ, സെറം, അതുപോലെ തന്നെ ഹോർമോൺസുകളൊക്കെ സൂക്ഷിക്കാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ അംഗനവാടികളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ ഒക്കെ കൊടുക്കൂലേ. അപ്പോ ഡോക്ടർമാരും പിന്നെ നഴ്സുമാരൊക്കെ വന്ന് ചില ദിവസങ്ങളിൽ അംഗൻവാടിയിൽ വാക്സിനേഷൻ ഒക്കെ കൊടുക്കും. അപ്പം അവര് ഒരു ചെറിയ പെട്ടി പോലത്തെ ഒരു സാധനത്തിലായിരിക്കും വാക്സിൻ കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ചാൽ ഇത് കുഞ്ഞു സൂട്ട്കേസ് പോലെ ഫ്രീസറാണ് കേട്ടോ. ഈ പറയുന്ന വാക്സിൻസ്, സെറം, ഹോർമോൺസ് ഒക്കെ ഈ പറയുന്ന ഡീപ്പ് ഫ്രീസറിൽ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. വാക്കിംഗ് കൂളറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ടെമ്പറേച്ചർ റേഞ്ച് നോട്ട് ചെയ്ത് വെക്കിട്ടോ. വാക്സിന് എന്താണ് മോർണിംഗ് പ്രോഗ്രാം വെക്കുന്നത്, ചൂടാവാതിരിക്കുന്ന അതായത് ഫ്രീസ് ചെയ്ത് വേണം കേട്ടോ അത്തരം മരുന്നുകൾ സൂക്ഷിക്കാനായിട്ട്. പിന്നെ അടുത്തെന്താണ് പറയുന്നത്? അങ്കണവാടിയിൽ അറിയാലോ. അതിന് ഞാൻ പറഞ്ഞ അങ്കണവാടിയിൽ ഉണ്ടാവും കേട്ടോ. അവര് വരുമ്പോ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞു സ്യൂട്ട് കേസ് പോലെ ഒരു സാധനം ഉണ്ട്. ശരിക്കും അത് ഫ്രീസറാണ്, കുഞ്ഞു ഫ്രീസർ പോലെയാണ്. അതിനകത്താണ് കുഞ്ഞുങ്ങൾക്കുള്ള വാക്സിൻ ഒക്കെ അത് കൊണ്ടുവരുന്നത്. ആ ടൈം ആകുമ്പോൾ അവർ പൊട്ടിച്ച് വാക്സിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ രീതിയിലാണ് അത് സ്റ്റോർ ചെയ്തിട്ട്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റിനാണ് ഇതൊക്കെയാണ് അത്. ആന്റിബയോട്ടിക്, വിറ്റമിൻ, ലിവർ എക്സ്ട്രാക്ട് ആണെങ്കിൽ 15 ഡിഗ്രി ടു 20 ഡിഗ്രി കേട്ടോ. അതേസമയം നമ്മുടെ വാക്സിൻ, സെറം, ഹോർമോൺസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡിൽ വേണം സൂക്ഷിക്കാനായിട്ട് കേട്ടോ. അതാണ് പഠിച്ചു വെക്കുന്നത്.
പിന്നെന്താണ് ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. അത്തരം സ്റ്റോറേജ് റൂമുകളിൽ എന്ത് വേണം? ടെമ്പറേച്ചർ എപ്പോഴും എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ടെമ്പറേച്ചർ കാണിച്ചുകൊണ്ടിരിക്കണം. എന്തിലൂടെയാണ്? ഡയൽ തെർമോമീറ്ററിലൂടെ. പിന്നെ ടെമ്പറേച്ചർ ചാർട്ട് ഉണ്ടാവും അല്ലെ. ഡയൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ആണ് കേട്ടോ, ഒരു ചെറിയൊരു ഉപകരണമാണ് വട്ടത്തില്. അതിനകത്ത് ഇങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ റേഞ്ച് ഇങ്ങനെ കാണിക്കും, കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ ചാർട്ട് ഉണ്ടാവും, ഇത്ര റേഞ്ച് ഇങ്ങനെ കാണിക്കുന്ന ചാർട്ട് ഉണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ ആ ഒരു സ്റ്റോറേജ് റൂമിൽ ടെമ്പറേച്ചർ എപ്പോഴും എക്സിബിറ്റ് ചെയ്തിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് പഠിച്ചല്ലേ? എല്ലാവരും ലെഫ്റ്റ് ആയി പോവാണ് അല്ലെ? ഓക്കെ, കൺക്ലൂഡ് ചെയ്ത് പറയാനായിട്ട് അത് നോട്ട് ചെയ്യാം. ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്. ഒന്ന് 200 മുതൽ 300 മരുന്നുകൾ അടങ്ങിയ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എന്താ വേറൊരു പോയിന്റ് പറയുന്നത്, ഒരു സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡ്രഗിനുള്ള റിക്വസിഷൻ കൊടുക്കാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഓവർ സ്റ്റോക്കിംഗ് തെറ്റ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ചോദിക്കാൻ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? ഇറ്റ് ഇസ് ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ദാറ്റ് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ഇൻവെന്ററി. ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. പിന്നെ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ലെവൽ വരുന്നതിനേക്കാളും മുമ്പ് ഓർഡർ കൊടുത്തിരിക്കണം. പിന്നെ ഡ്രഗ്സ് വന്നാൽ അത് കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം, ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും പരിശോധിച്ചിരിക്കണം. റാൻഡം ആയിട്ട് അതിന് സാമ്പിൾ എടുത്ത് ലാബിലേക്ക് ടെസ്റ്റിങ്ങിന് വിടണം. എന്നിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഏതെങ്കിലും മരുന്നുകൾ നമുക്ക് നിലവാരം കുറഞ്ഞതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് പ്രോപ്പർ ലാബ് ടെസ്റ്റിന് ശേഷം മാത്രമേ നമ്മൾ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നമ്മൾ കണ്ടത് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ്. ഇതെല്ലാം വായിക്കാട്ടോ, ഇതിനെ ഓരോന്നും വായിക്കുന്നില്ല, വായിച്ചു നോക്കാട്ടോ. സ്റ്റോക്ക് ലെഡ്ജർ, ഇന്റൻഡ് റെസീപ്റ്റ് രജിസ്റ്റർ, ഡ്രഗ് ഇൻസ്പെക്ഷൻ, ഇൻഡെക്സ് രജിസ്റ്റർ, എക്സ്പയറി ഡേറ്റ്, അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്, file of correspondence, ledger account of remittance, then renunciation record of non-consumables and consumables, yearly stock confirmation record, then hospital formulary and antibiotic policy. Okay, in card എന്താണ്? പിന്നെ നമ്മൾ കണ്ടത് സ്റ്റോറേജ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൊതുവെ എത്ര മരുന്നുകളുണ്ട്? ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്. ഇവ ഓരോന്നും സ്റ്റോർ ചെയ്ത രീതിയും വ്യത്യാസമുണ്ട്. ഓരോന്നും ശ്രദ്ധിച്ച് ജനറൽ ഡ്രഗ്സ് ആണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. FIFO പ്രൊസീജിയർ അവിടെ ഫോളോ ചെയ്തിരിക്കണം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആകുമ്പോൾ അവയെല്ലാം തന്നെ സ്പെഷ്യൽ ക്യാബിനറ്റിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അതിന്റെ കൃത്യമായുള്ള റെക്കോർഡ് നമ്മൾ നിലനിർത്തിയിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, ലോക്ക് ചെയ്ത് വേണം ഇത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആകുമ്പോൾ നമ്മള് എന്താണ്, അതിനും നമ്മൾ സ്പെഷ്യൽ ക്യാബിനറ്റിൽ വേണം അത് സൂക്ഷിക്കാനായിട്ട്. ആവശ്യത്തിനുള്ള വായു പ്രവാഹവും അഗ്നിശമന ക്രമീകരണങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. എക്സ്പോസിറ്റീവ് ഫാന് ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആകുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യാം, നമ്മുടെ വാക്സിൻ സെറം ഹോർമോൺസ് കേട്ടോ. വാക്സിൻ സെറം ഹോർമോൺസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡ്, അതായത് ഡീപ്പ് ഫ്രീസ് ചെയ്ത് അല്ലെങ്കിൽ കൂളറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അതേസമയം നമ്മുടെ ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ഒക്കെ ആണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് 15 ഡിഗ്രി തൊട്ട് 20 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കേട്ടോ. അങ്ങനെയാണ് അവിടുത്തെ ചോദ്യം വരാനുള്ള സാധ്യത. ക്ലിയർ ആയല്ലോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ, പിന്നെ ബാക്കി ഞാൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, മൺഡേ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ തുടങ്ങുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിരിക്കും കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതായിരിക്കും ഫാർമസി കഴിഞ്ഞാൽ ഞാൻ തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. ഡിനൻസിയേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിന് പ്രോപ്പർ മലയാളം തന്നെ നമ്മൾ പറയാം. ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞാല് നിരാകരിക്കുന്ന എന്നുള്ള അർത്ഥം. അതായത് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഡ്രഗ്സുകൾ വരില്ലേ, മരുന്നുകൾ നമ്മൾ പർച്ചേസിങ് ഓർഡർ കൊടുത്തിട്ട് സപ്ലൈസ് കൊണ്ടുവരും, മരുന്നുകൾ കൊണ്ടുവരും. അപ്പോൾ ചില മരുന്നുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗശൂന്യമായിട്ട് വരും. എല്ലാമല്ല, ചില മരുന്നുകൾക്ക് വലിയ ഡാമേജ് സംഭവിക്കാം. പിന്നെ ഇവര് കയറ്റി അയക്കുന്നതിൽ ഒരു പക്ഷെ ചിലത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് വരാം എന്നാണ് പറയുന്നത്. മേ ബി സംഭവിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത്തരം മരുന്നുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, ഉപയോഗശൂന്യമായിട്ട് പോകും. അപ്പൊ അതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തുന്ന ആ ഒരു റെക്കോർഡ്, അത് നിരാകരിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതിന്റെ റെക്കോർഡ്, അതാണ് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ്. നമ്മൾ ഉപയോഗിക്കാത്തതിന്റെയാണ് കേട്ടോ.
ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ട് ഉപയോഗിക്കും നമ്മൾ എഴുതി വെക്കണം. ഡാമേജ് വന്നു, ഇത്ര എണ്ണം ഡാമേജ് ആയിരുന്നു, അല്ലെങ്കിൽ ഇത്ര എണ്ണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പാക്കേജിങ് ഒക്കെ ആയിരുന്നില്ല, അങ്ങനെയൊക്കെ പല കാരണങ്ങളും കൊണ്ടാവാം അല്ലെ. പിന്നെ നമ്മൾ ടെസ്റ്റ് നടത്തുമ്പോൾ പലതിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് മാറാം. അതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് ഡിനൻസിയേഷൻ. അത് നിരോധിച്ചു അല്ലെങ്കിൽ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു, അതിനുള്ള കാരണം അത് രേഖപ്പെടുത്തുന്ന റെക്കോർഡ് കേട്ടോ. പിന്നെ ഈ പറയുന്ന കൺസ്യൂമർ ഉപയോഗിക്കുന്ന ഡ്രഗ്സിന്റെ റെക്കോർഡ്സുകൾ ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മിക്കവാറും ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇത് വേഗം തീർക്കണം. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് എടുക്കാം ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിട്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ക്ലാസ്സിനകത്ത്? എനിക്ക് ചോദിക്കാം കേട്ടോ. ഇല്ല, ഓക്കെ ആണ്. അത് ശരി. പിന്നെ നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ പുതിയ ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയാ? ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞാല് നിരാകരിക്കാന്നാണ് കേട്ടോ അർത്ഥം. നിരാകരിക്കുക, വേണ്ടാന്ന് വെക്കുക കേട്ടോ. അതെ, നിങ്ങളുടെ ടൈം ടേബിളിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ക്ലാസ് ഇപ്പൊ 2 എണ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയില്ല അല്ലെ? ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് 6 അവർ വരുന്നുള്ളൂ. മറ്റേ 8 അവർ ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളുടെ ബാച്ചിനകത്ത്. വ്യാഴാഴ്ച മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ 6 അവർ ആയിട്ടുണ്ട് എനിക്ക്. അപ്പോ എന്താ പറയാ, 2 ക്ലാസ് എന്റെ കൂടി ബാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാലോ അവർ കുറവാണ്, അതിന്റെ പോർഷൻസും എടുത്ത് തീർക്കാനുണ്ട്. ഓക്കെ, അപ്പോ അത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. പിന്നെ ജോബ് സാറ് നമ്മളോട് പ്രത്യേകം അന്വേഷണം പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജോബ് സാറെ പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.